ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡെസേർട്ടിനൊക്കെ വിട്ടിട്ട് ഒരു എരിവുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ ടോട്ടില റാപ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ റെഡിമെയ്ഡായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന റാപ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ കുബൂസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഈസി റാപ്പ് റെസിപ്പിയാണ് ചിക്കൻ വെച്ചിട്ട്. അപ്പം ഇതിലേക്ക് ആവശ്യമുള്ളത് ചിക്കനാണ്. ഞാനിപ്പം എല്ലില്ലാത്ത ചിക്കന് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഒരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി വേണമെങ്കിൽ സാധാ മുളക് പൊടിയും എടുത്താൽ മതി, അതാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത നോക്കി എടുത്താൽ മതി. പിന്നെ ഒരു ഹാഫ് ലെമൺ അത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, നമ്മൾ വറ്റൽമുളക് പൊടിച്ചതും പിന്നെ കുറച്ച് ഒറിഗാനും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടില്ല, നമ്മൾ തൈരിലുള്ള ആ വെള്ളം കൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ളത് ഒലീവ് ഓയിലാണ്. ഞാനൊരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് സാധാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു അറബിക് ടേസ്റ്റാണ്, അതുകൊണ്ട് അതൊരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈയാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 മിനിറ്റെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഞാൻ കുറച്ച് ബട്ടറിലും ഒലിവ് ഓയിലും കൂടി മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഒലിവ് ഓയിലും ബട്ടറും കൂടിയും സെയിം ആയിട്ട് എടുത്താൽ മതി. എന്നിട്ട് ഈ ചിക്കൻ നമ്മൾ സാധാ ഫ്രൈ ചെയ്യുന്ന പോലെ അധികം ക്രിസ്പി ആവാണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അത് മറന്നു പോരുത്. എല്ലാ സൈഡും ഒരേപോലെ മിക്സ് ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി റാപ്പിലേക്ക് നമുക്ക് വേണ്ടി കുറച്ച് വെജിറ്റബിൾസാണ്. നമ്മൾ ഇഷ്ടമുള്ള ചോയ്സിന് ആവശ്യമുള്ളത് എടുക്കുക. ഞാനിപ്പോൾ എടുത്തത് കുറച്ച് ലെറ്റസ് ലീവ്സാണ്. നമ്മൾ ബർഗറിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഇല ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുക്കുംബർ, കക്കിരിയും പിന്നെ തക്കാളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ മൊസറല്ല ചീസാണ്. അത് ഷ്രെഡ് ചെയ്ത ചീസ് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും, അത് വാങ്ങിയാൽ മതി. അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കനും അതുപോലെ തന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്, മസോള എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മയോ ചുപ്പ്. ഇത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് മയോണൈസിൽ കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ ഇതന്നെ യൂസ് ചെയ്യുക, നല്ല ടേസ്റ്റുള്ളൊരു മയോണൈസാണ്. ഇതില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ മയോണൈസ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പം ആ ഒരു മയോ ചുപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ചിക്കൻ ഫ്രൈ ചെയ്തതിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മിക്സിൽ കിട്ടുന്നത് വരെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സാക്കി വെക്കാം. നമ്മൾ KSAയിലൊക്കെ ആണെങ്കിൽ KSAയിൽ ദുബായിലും എല്ലായിടത്തും അധിക സ്ഥലത്തും ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു മയോ ചൂപ്പ് കിട്ടാനുണ്ട്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങുക. എല്ലാം നമുക്ക് എപ്പോഴും ബ്രെഡിൻ്റെ ഉള്ളിലും ഒക്കെ ആയിട്ട് നമുക്ക് റാപ്പ് ഉണ്ടാക്കാനും എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയോണൈസാണിത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള നമ്മളെ റാപ്പ്, അത് ഞാൻ സ്വീറ്റ്സിൻ്റെ ടോട്ടില റാപ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് മിനി സൈസാണ്, ഇതിൻ്റെ വലുതുമുണ്ട് ചെറുതുമുണ്ട്. ഞാനിപ്പോൾ ചെറിയ റാപ്സാണ് എടുത്തിട്ടുള്ളത്. അത് എടുത്ത് നമുക്ക് ഓരോന്നിലായിട്ട് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമുക്കിത് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റാപ്പ് റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ അതിലൊന്ന് എടുത്തിട്ട് കുറച്ച് ചിക്കൻ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോർഷൻസ് പോലെ ഈ ഒരു റാപ്പ് നമുക്ക് മടക്കിയെടുക്കാം. അല്ലെങ്കിൽ 4 സൈഡിലായിട്ട് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി വലിയ റാപ്പാണെങ്കിൽ നമുക്ക് 4 സൈഡിലായിട്ട് ഓരോന്നും വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാനിത് ചെറുതായതിനെക്കൊണ്ട് ഒരു സൈഡിൽ തന്നെ ചിക്കനും അതിൻ്റെ മുകളിൽ വെജീസും വെച്ച് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് മറ്റേ സൈഡിൽ ഞാൻ മൊസറല്ല ചീസും കൂടിയാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ മടക്കിയെടുത്താൽ മതി. ആവശ്യത്തിന് മൊസറല്ലയും കൂടി ഇട്ടിട്ട് ഞാൻ കുറച്ച് ആ മയോ ചൂപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഹാഫായിട്ട് ഒന്ന് മടക്കിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ള ഓരോ റാപ്പും ഇതേപോലെ തന്നെ മടക്കിയെടുക്കാം. അപ്പോൾ ടോട്ടൽ 8 റാപ്സാണ് ഈ ഒരു റെസിപ്പി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് സെയിം സാധനം തന്നെ നമുക്ക് കുബൂസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യാം, അതുപോലെ തന്നെ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ ടോട്ടില്ല കൊസഡിൽ എന്നൊക്കെ പറയുന്ന ആ ഒരു റെസിപ്പിയാണ് ഇതിൻ്റെത്. അപ്പോൾ നമ്മളെ റാപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ബട്ടറിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്, ഗ്രില്ലിംഗ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓരോ റാപ്സും 2 സൈഡും ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് കളർ മാറ്റി ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്നൊന്ന് മൊരിച്ചെടുക്കാം. നമുക്ക് 2 സൈഡിലും പ്രസ് ചെയ്യുന്ന ഗ്രില്ലിംഗ് പാൻ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും മതി. പക്ഷേ ഇതാണ് ഒന്നുകൂടി സൗകര്യം. ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ 2 സൈഡും ഒന്ന് ബ്രൗൺ ആക്കിയിട്ടെടുക്കാം. ഞാൻ മറ്റേ സൈഡിൽ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡും കൂടി ഇതേപോലെ തന്നെ ഒന്ന് കളറൊന്ന് മാറുന്നത് വരെ റെഡിയാക്കിയിട്ടെടുക്കുക. ഇപ്പോൾ നമ്മൾ റാപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരാൾക്ക് ഉള്ള ഒരു ലെവലിലാണ് ഈ ഒരു റാപ്പ് ഉള്ളത്. ഞാൻ ടോട്ടൽ 8 എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ റാപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് ചൂടോടുക്കെ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഡിന്നറിനും അതേപോലെ പാർട്ടീസിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മൾ ഡെസേർട്ടാണ് അധികം ചെയ്യൽ. അപ്പം ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം താങ്ക് യു.